പൈസക്കാണ് വില. പൈസ മാത്രമാണ് ഇവിടെ. അതെന്തുകൊണ്ടാണ്? ആദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് ആക്ച്വലി ഉണ്ടായത് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇതൊന്ന് പറയാം. നിങ്ങളെ ടാലന്റിനല്ല ഇവിടെ കാര്യം. നിങ്ങൾക്ക് പൈസ ഉണ്ടോ നിങ്ങൾ ജയിക്കും, അത്രേ പറയാനുള്ളൂ. നിങ്ങൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടേനോ ക്ലാസ് കട്ട് ചെയ്തേനോ ഒന്നുമല്ല. പൈസ ഉണ്ടോ നിങ്ങൾ ഫസ്റ്റാ, അത്രേ പറയുള്ളൂ. നിങ്ങളിത് പറയാനുള്ള കാര്യം എന്താണെന്നുള്ള നമ്മുടെ കാരണം പ്രേക്ഷകർക്ക് ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ ഇവിടെ 17 മൈമ് കളിച്ചിക്കണ്. അതില് പകുതിയോളം യൂട്യൂബ് നോക്കി കളിച്ചതാ. അതിനടക്കം 17 മൈമിന് എ ഗ്രേഡ്, എല്ലാത്തിനും എ ഗ്രേഡ്. അത് എങ്ങനെയാ സാറേ ഒന്ന് പറഞ്ഞു? വായ അടച്ചത് കൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് തന്നത്. ജനങ്ങൾ പറഞ്ഞിരിക്കണേ ഈ ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് എക്സ്പ്രഷൻ ഇല്ല. ഒരു കുട്ടി വീണത് എല്ലാരും കണ്ടിട്ടുണ്ട്, വീഡിയോ വരെ കൈമലുണ്ട്. എന്നിട്ടും ആർക്കും ഒരു ആ സ്കൂളിലാണ് ഇപ്പൊ ഫസ്റ്റ് കൊടുത്തത്. കളിച്ചോരുണ്ട്, അവർക്ക് കിട്ടാനും പ്രശ്നമല്ല. ഇവിടെ എല്ലാവർക്കും എ ഗ്രേഡ്. അതെന്താ? യൂട്യൂബ് നോക്കി കളിച്ചവർക്ക് വരെ എ ഗ്രേഡ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പേരുകൾ അറിയപ്പെടും. ഒന്നാമത്തെ തന്നെ ഉണ്ണി സത്താർ, അയാളെ ബാൻ ചെയ്ത് 5 കൊല്ലത്തേക്ക് ഈ ജഡ്ജ്മെന്റ് പ്രശ്നം കൊണ്ട്. പിന്നെ ഈ കലാഭവൻ സുമേഷ്, പിന്നെ ശശി മാസ്റ്റർ കണ്ണൂരിലെ പാർട്ടിയുടെ ബന്ധത്തിന്റെ പേരിൽ പല സ്ഥലങ്ങളിൽ പാനൽ എടുത്തിട്ട് ജഡ്ജ്മെന്റ്. കഴിഞ്ഞ ദിവസം ഞാൻ അയാൾ ഫോൺ വിളിച്ചിട്ട് അയാൾ തെറി പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞാണ് എനിക്ക് ഇയാളെ അറിയ പോലും ഇല്ല. ഇന്നലെ ഇന്നും നാളെയായിട്ട് ഇയാളുടെ പാനലാണ് മൊത്തം. ഇതിൽ പെടുന്നൊരുത്തനാണ് സുമേഷും. രാവിലെ വന്ന സമയത്തും ഈ ജഡ്ജസ് തന്നെയാണ് ഇതിനെ പറഞ്ഞു. നിങ്ങൾ എവിടെയാണ് ഇവിടെ പരാതി കൊടുത്തത്? ഇവിടെ പോയി പരാതി കൊടുത്തപ്പോൾ ഇവർ പറയും വീഡിയോ എടുക്കുകയാണ്. നമ്മൾ പറയും സാറേ പ്രൂഫിന് മേടിച്ചാൽ നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങൾ വീഡിയോ എടുത്തോണ്ട് കൈ കെട്ടുകൊണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നവര്. ഡി ഡി എല്ലാം അവിടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇനി കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ചെയ്യുന്ന പറഞ്ഞു. നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ടിയിട്ടല്ല, തിരുവങ്ങൂർ സ്കൂളിന് പ്രൈസ് ഫസ്റ്റ് ഇന്ന് പോകും. ഇവർ ഇരുന്നിട്ടാണ്, സുമേഷ് ഇരുന്നിട്ട് ഈ മണിപ്രസാദ് ഇരുന്നിട്ട് പ്രൈസ് പോകും. ഉറപ്പ് ഞാനാ പറയുന്നത്. അത് ഞാൻ മാത്രമല്ല, സ്കൂളുകാർ മൊത്തം പറഞ്ഞു, പല സ്കൂളുകാരും. ആർക്കും അറിയില്ല, ഇവരെ പേഴ്സണലി എല്ലാവർക്കും അറിയാം. ഇമാതിരി കള്ളത്തരം ചെയ്യുന്ന ആൾക്കാർ കലോത്സവത്തിന് ഇല്ലാണ്ടാക്കുന്നത്. നിങ്ങൾ ഏത് സ്കൂളിന്റെ? ബി എം മാനാഞ്ചേരല്ലേ. കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാനം പോയി കുട്ടികളാണ്. സംസ്ഥാനം തീരും. പ്രിയ പ്രേക്ഷകരെ, വളരെ കൃത്യമായ അലിഗേഷനാണ് മാനാഞ്ചിറ സ്കൂളിലെ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.